വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. ബെനഹാക്കാലം നമുക്ക് നൽകുന്ന വായന. ബെനഹ എന്ന പദം സൂചിപ്പിക്കുന്നത് പോലെ ഓരോ മനുഷ്യനും വെളിപ്പെട്ട് കിട്ടേണ്ട ചില പ്രകാശത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ വചനഭാഗം. ബെനഹാക്കാലം ആരംഭിക്കുന്നത് യേശുവിന്റെ മാമോദീസായോടെയാണ്. അന്ന് സ്വർഗം പ്രഖ്യാപിച്ച ഒരു രഹസ്യമുണ്ട്. അത് നീ എൻ്റെ പ്രിയപുത്രനാണ് എന്നുള്ളതാണ്. ഇത് യേശുവിനോട് മാത്രമല്ല, സകല മനുഷ്യരോടും സ്വർഗം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു രഹസ്യമാണ്. അതുകൊണ്ടാണ് യഹൂദരുടെ ദൃഷ്ടിയിൽ അശുദ്ധയായി കാണപ്പെട്ടിരുന്ന ഒരു സമറിയാക്കാരി സ്ത്രീയെ തേടി യേശു വരുന്നത്. ഇതിലൂടെ യേശു പറയാതെ പറയുന്നത് എന്താണ്? ഓരോ മനുഷ്യനും ദൈവത്തിന് അത്രമേൽ വിലപ്പെട്ടവനാണ് എന്നതു തന്നെ. ഒരിക്കൽ സ്വന്തം അപ്പനാൽ പരിത്യജിക്കപ്പെട്ട ഒരു യുവാവ് ഉടുവസ്ത്രം പോലും അപ്പന്റെ കാൽക്കീഴിൽ വെച്ച് ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി നൃത്തം ചെയ്തുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഇനി എനിക്കൊരു പിതാവേ ഉള്ളൂ, സ്വർഗത്തിലുള്ള പിതാവ്. അയാൾ അസീസിയിലെ ഫ്രാൻസിസ് ആണ്. ദൈവം അപ്പൻ എന്ന് വെളിപ്പെട്ട് കിട്ടുന്ന ഒരാൾക്ക് ലോകം ഏൽപ്പിക്കുന്ന പരിക്കുകളെയും അവഗണനകളെയും മറികടക്കാൻ ക്ലേശിക്കേണ്ടി വരില്ല. ലഹരിയെയോ റെയിൽ പാളങ്ങളെയോ വില കുറഞ്ഞ ബന്ധങ്ങളെയോ ആശ്രയിക്കേണ്ടി വരില്ല. സുവിശേഷങ്ങളൊന്ന് ധ്യാനപൂർവ്വം മറിച്ചു നോക്കൂ. ക്രിസ്തു ഭൂമിക്ക് നൽകുന്ന ഏറ്റവും വലിയ സുവിശേഷം ദൈവം അപ്പനാണ് എന്നുള്ളതല്ലേ? ഒരാൾക്ക് രക്ഷയിലേക്ക് കടന്നു വരാൻ വേണ്ട ആദ്യ അവബോധം ഇതുതന്നെയാണ്. ദൈവം എന്നെ സ്നേഹിക്കുന്ന അപ്പനാണ്. സമറിയാക്കാരിയെ കണ്ടുമുട്ടുന്ന ഈശോ അവളോട് ചോദിക്കുന്നു, എനിക്ക് കുടിക്കാൻ തരിക. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെയാണ് നാം ഇവിടെ കാണുക. എന്നാൽ പലപ്പോഴും മറു ചോദ്യം കൊണ്ട് സമറിയാക്കാരിയെ പോലെ നാം അവന്റെ വരവിനെ തടസ്സപ്പെടുത്തുന്നു. ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? കാരണം ദൈവത്തെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരാൾ സ്വാർത്ഥപരമായ പ്ലാനുകളോട് വിട പറയാൻ തയ്യാറാവേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ. എന്നിലേക്ക് കടന്നു വരുന്ന യേശു എൻ്റെ രക്ഷകനാണ്. അവൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനുമല്ല, ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് എന്ന പ്രകാശമാണ് കടന്നു വരുന്ന ദൈവത്തെ സ്വീകരിക്കാൻ ഒരാളെ ശക്തിപ്പെടുത്തുക. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലേക്ക് ദൈവം വ്യക്തിപരമായി കടന്നു വരുന്നുണ്ട്. പല രൂപത്തിൽ, പല ഭാവത്തിൽ. വിജയങ്ങൾ, സന്തോഷങ്ങൾ, പരാജയങ്ങൾ, രോഗങ്ങൾ, വേർപാടുകൾ. ഇങ്ങനെ എന്തിലൂടെയാണ്, എപ്പോഴാണ് ദൈവം നമ്മിലേക്ക് കടന്നു വരാത്തത്? തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുന്നവന് ലഭിക്കുന്നത് നിത്യജീവനാണ്. രക്ഷയിലേക്ക് കടന്നു വരുന്ന ഒരാൾ തിരിച്ചറിയുന്ന പ്രകാശം, യേശു നൽകുന്ന രക്ഷ പാപമോചനം വഴിയുള്ള രക്ഷയാണ് എന്നതാണ്. അങ്ങനെ ഒരാൾ സമറിയാക്കാരിയെ പോലെ ഇപ്രകാരം ഏറ്റുപറയും, നീ പറഞ്ഞത് ശരിയാണ്. എൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങളിൽ ഇനിയും എനിക്ക് മാറ്റേണ്ടതുണ്ട്. ഓരോ കുമ്പസാരക്കൂടും യാക്കോബിന്റെ കിണറാണ്. പാപമോചകനായ യേശു ഓരോ മനുഷ്യനെയും കാത്ത് അവിടെയുണ്ട്. ഓരോ കുമ്പസാരവും, ഓരോ ഏറ്റുപറച്ചിലും ഒരു കണ്ടുമുട്ടലാണ്. എല്ലാം ക്ഷമിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടൽ. നിരുപാധികമായി ക്ഷമ സ്വീകരിക്കുന്ന ഞാൻ ക്ഷമയുടെ സുവിശേഷം കുടുംബത്തിൽ, സമൂഹത്തിൽ പങ്കുവയ്ക്കാനുള്ള ഉത്തരവാദിത്വം കൂടി സ്വീകരിക്കുന്നു എന്ന് നമുക്ക് മറക്കാതിരിക്കാം. പാപം മോചിക്കപ്പെട്ട ഒരാൾക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, പ്രസാദവരം, നിത്യജീവൻ, ഇവ ഒരിക്കലെങ്കിലും അനുഭവിക്കുന്ന ഒരാൾ അനുരഞ്ജന കൂദാശയിൽ നിന്ന് പിന്തിരിയാൻ ഇടയില്ല. പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ പ്രസാദവരം നിറഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണ് ആരാധന നടക്കുന്നത്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിക്കുവാനായി ഫറവോയോട് ആവശ്യപ്പെടാൻ ദൈവം മോശയെ നിയോഗിക്കുമ്പോൾ ദൈവം ആവശ്യപ്പെടുന്നത് ദൈവത്തെ ആരാധിക്കാനായി വിട്ടയക്കുക എന്നതാണ്. ഒരാളുടെ ജീവിതത്തിൽ ദൈവം പ്രഥമ സ്ഥാനത്താകുമ്പോൾ അയാൾ യഥാർത്ഥ ആരാധകനാകുന്നു. സ്ഥലകാലങ്ങളിലേക്കോ ആചാരാനുഷ്ഠാനങ്ങളിലേക്കോ മാത്രം ആരാധനയെ ഒതുക്കാനുള്ള പ്രലോഭനത്തെ മറികടക്കാൻ കൂടി ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥ ആരാധകരെ ദൈവം അന്വേഷിക്കുന്നുണ്ട്. പാപം ഉപേക്ഷിക്കാനും
പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനും നിരന്തരം സ്വാർത്ഥത്തെ പരിത്യജിക്കുന്ന ബലിയർപ്പിക്കുന്നവരെല്ലാം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരായി മാറുന്നു. അപ്പോൾ പരമ ആരാധനയായ വിശുദ്ധ കുർബാന നൽകുന്ന രക്ഷയുടെ അനുഭവം നമ്മുടെയും സ്വന്തമായി മാറും. പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിൽ, പുത്രനായ ഈശോയുടെ കൃപയിൽ, പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിൽ ഉള്ള ഒരു ജീവിതം.